ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിൽ വന്നിരിക്കുവാണ് രാവിലെ. അപ്പോൾ ഇത് കാഞ്ഞൂർ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമാണ്. അപ്പോൾ അവിടെ ഉത്സവം നടക്കുവാണ്. അപ്പം ഞാനും ശ്രീകുട്ടനും ചേട്ടനും എല്ലാം കൂടെ അമ്പലത്തിൽ വന്നേക്കുക കേട്ടോ. ശ്രീകുട്ടനാണെങ്കിൽ എവിടെയെങ്കിലും പോയാൽ ആദ്യം ടോയ്സിൻ്റെ കടയുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ടോയ്സിൻ്റെ കടയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ അമ്പലത്തിൽ പോയാൽ ഒത്തിരി സമയം എടുക്കും കേട്ടോ തൊഴാൻ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നിൽക്കും. അപ്പം ശ്രേയക്കുട്ടനാണെങ്കിൽ അങ്ങനെ ഒത്തിരി നേരം അമ്പലത്തിനകത്തൊന്നും നിൽക്കത്തില്ല, വഴക്കിടും. അപ്പം ഞാൻ ശ്രേയക്കുട്ടനെയും കൊണ്ട് ഇങ്ങനെ വെളിയിലിറങ്ങി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. വഴക്കിട്ടപ്പം കുഞ്ഞിന് ടോയ് മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കിട്ട് നിൽക്കുകയാണ്. ഞാൻ അച്ഛൻ തൊഴുതിട്ട് വന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കേൾക്കത്തില്ല കേട്ടോ. പിന്നെ ഞാനും ശ്രേയക്കുട്ടനും കൂടെ ടോയ് കടയിൽ പോയി. നല്ല രസമല്ലേ? എനിക്ക് പണ്ട് ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുമ്പം ഈ കടകളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് വളകളും കമ്മലും സ്ലൈഡും ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗി. ഞാൻ ഒരുപാടൊന്നും വാങ്ങിക്കത്തില്ല, പക്ഷെ എനിക്കിത് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ശ്രീകുട്ടൻ പെട്ടെന്ന് അങ്ങനെ ഒരു ടോയ് കണ്ടാലൊന്നും എടുക്കത്തില്ല, എല്ലാം നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കും, ഒരുപാട് ടോയ് ഉണ്ട്. പക്ഷേ ശ്രീകുട്ടന് മിക്സി വേണമെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷെ മിക്സിയുടെ ടോയ് അവിടെ കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ തൊഴുതുകൊണ്ടിരുന്നപ്പോൾ ഒരമ്മ ശ്രേയക്കുട്ടന് പൂ കൊണ്ട് കൊടുത്തു കേട്ടോ. ശ്രേയക്കുട്ടൻ പൂ വെക്കാത്തതുകൊണ്ട് പിന്നെ പൂ ഞാനെടുത്ത് തലയിൽ വെച്ചേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുത് ഇറങ്ങി കേട്ടോ. വീട്ടിൽ വന്നപ്പം 11 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കപ്പ കുഴച്ചതും മത്തിക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് എൻ്റെ കസിൻ എനിക്ക് തന്നതാണ്. അവൾ +2ൽ, അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. ശ്രേയക്കുട്ടന് നമ്മൾ ടോയ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കോഴിയുടെ ടോയാണ് വാങ്ങിച്ചത്. ശ്രേയക്കുട്ടൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ കോഴിയുടെ ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക ശ്രേയക്കുട്ടൻ. രാത്രിയായപ്പം ശ്രേയക്കുട്ടന് പൊറോട്ട കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊറോട്ട കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പം ഇത് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു കടയാണ്, ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട. അപ്പം നല്ല പൊറോട്ടയും ബീഫൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. അപ്പം ഞങ്ങൾ സ്ഥിരം ഇവിടെ വരാറുള്ളതാണ്. അപ്പം ഞങ്ങൾ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട വന്നേക്കാണ് കേട്ടോ പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി. എഴുതിയിരിക്കുന്നത് കാണത്തില്ല, വെട്ടമുള്ളതുകൊണ്ട്. ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട. ഇവിടെ ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ അരകല്ലും ആട്ടുകല്ലും ഉരലും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ശ്രേയക്കുട്ടനെ കാണിച്ചു കൊടുത്തു. ശ്രേയക്കുട്ടൻ ചോദിച്ചു, അമ്മ ഇതെന്താണെന്ന്. അപ്പം ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇപ്പം നമ്മുടെ വീടുകളിലൊന്നും ഇല്ലല്ലോ ആട്ടുകല്ലൊന്നും. അരകല്ലൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഉരലും ഒന്നും അവരൊന്നും കണ്ടിട്ടില്ലല്ലോ. ശ്രേയക്കുട്ടൻ എവിടെ പോയാലും കയ്യിലൊരു ടോയ് എടുക്കും കേട്ടോ. റീസെൻ്റായിട്ട് മേടിച്ച പുതിയ ടോയ് ആയിരിക്കും എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഇന്ന് കോഴിയുടെ ടോയ് വാങ്ങിച്ചതുകൊണ്ട് കോഴിയുടെ ടോയും കൊണ്ടാണ് കേട്ടോ പോയേക്കുന്നത്. അപ്പം ഞങ്ങൾ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.